ഭക്ഷ്യവിഷബാധയേറ്റ് ഉപജീവനമാർഗമായ കന്നുകാലികൾ ചത്ത് സ്വപ്നങ്ങൾ തകർന്ന വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന 10ാം ക്ലാസ്സുകാരൻ നമുക്കേവർക്കും ഇന്ന് പരിചിതനാണ്. പിതാവിൻ്റെ മരണശേഷം കുടുംബം പോറ്റുവാൻ കന്നുകാലി വളർത്തൽ ഉപജീവനമാക്കിയ മാത്യു ബെന്നിയുടെയും കുടുംബത്തിൻ്റെയും ഏക ആശ്രയമായിരുന്നു ഈ കന്നുകാലികൾ. എന്നാൽ ആ 10ാം ക്ലാസ്സുകാരൻ്റെ നഷ്ടസങ്കടം തങ്ങളുടേതാക്കി മാറ്റി മാത്യുവിൻ്റെയും കുടുംബത്തിൻ്റെയും നഷ്ടം നികത്തുവാൻ മുന്നോട്ട് വന്ന അനേകം സുമനസ്സുകളെ ഈ ദിവസങ്ങളിൽ നാം കണ്ടുമുട്ടുകയുണ്ടായി. യാതൊരു മുൻപരിചയമില്ലാത്തവർ പോലും സഹായഹസ്തം നീട്ടി മാത്യുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രതിസന്ധികളിൽ നാം ഒറ്റയ്ക്കല്ല എന്നും അനേകർ നമുക്കൊപ്പമുണ്ടാകുമെന്നും നാമും അറിയാതെ തിരിച്ചറിയുകയാണ്. സ്നേഹമുള്ളവരെ, ഇപ്രകാരമൊരു സംഭവവുമായാണ് സുവിശേഷം ഇന്ന് നമ്മുടെ മുൻപിലെത്തുന്നത്. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. തളർവാദം പിടിപെട്ട തങ്ങളുടെ പ്രിയ സുഹൃത്തിന് സൗഖ്യം ലഭിക്കുവാൻ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈശോയുടെ അടുത്തെത്തിക്കുന്നതും അവരുടെ വിശ്വാസം തിരിച്ചറിഞ്ഞ് അവന് സൗഖ്യം നൽകുന്നതുമാണ് വചനഭാഗം. തങ്ങളുടെ പ്രിയ സ്നേഹിതൻ്റെ വേദന തിരിച്ചറിയുമ്പോൾ അവൻ്റെ സൗഖ്യത്തിനായി അവനേക്കാൾ അധികം ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും അവരാണ്. അതുകൊണ്ടാണ് അവനായിരിക്കുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര പോലും പൊളിച്ച് തങ്ങളുടെ സ്നേഹിതനെ ക്രിസ്തുവിൻ്റെ മുൻപിൽ എത്തിക്കുവാൻ അവർ പരിശ്രമിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചെറു ചിന്തകളെ നമുക്ക് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. ഒന്നാമതായി, എത്ര ത്യാഗങ്ങളും ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നാലും ക്രിസ്തു ഉറപ്പായും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഇടത്തേക്ക് സ്വയം ശേഷി നഷ്ടപ്പെട്ട തളർവാദ രോഗിയെ എത്തിക്കുവാൻ അവർ പരിശ്രമിക്കുകയാണ്. അവൻ്റെ അടുത്തെത്തിച്ചാൽ സൗഖ്യം ലഭിക്കുമെന്ന് അവർക്കത്ര ഉറപ്പുണ്ടായിരുന്നു. ക്രിസ്തു ഉള്ള ഇടങ്ങളിലാണ് സൗഖ്യമുള്ളതെന്ന് അത്രമാത്രം ബോധ്യം അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനേകം സുഹൃത്തുക്കൾ ഉള്ളവരും അനേകരുടെ സുഹൃത്തുക്കളുമൊക്കെയാണ് നാം എല്ലാവരും. അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നവരുമാണ് നാം എല്ലാം. അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ, യാത്രകൾ, സംസാരങ്ങൾ ഇവയെല്ലാം അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നവയായി ഇന്ന് മാറാറുണ്ടോ? ക്രിസ്തു ഉള്ള ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ അങ്ങോട്ട് എത്തിക്കുവാനും സാധിക്കൂ. അതിനാൽ നമുക്കും ആ തളർവാദ രോഗിയുടെ സുഹൃത്തുക്കളെ പോലെ ക്രിസ്തു ആയിരിക്കുന്ന ഇടങ്ങൾ തിരിച്ചറിയുവാനും നമ്മുടെ സുഹൃത്തുക്കളെ അവൻ്റെ അടുത്തെത്തിക്കുവാനും പരിശ്രമിക്കാം. രണ്ടാമതായി, ആ 4 സുഹൃത്തുക്കളുടെ വിശ്വാസമാണ് തളർവാദ രോഗിയുടെ സൗഖ്യത്തിന് കാരണമായതെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അവനെ ക്രിസ്തുവിൻ്റെ അടുത്തെത്തിക്കുവാൻ അവർ ഏറ്റെടുത്ത കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമാണ് തളർവാദ രോഗിയായ അവൻ്റെ ജീവിതത്തിൽ സൗഖ്യമായി മാറുന്നത്. നമുക്ക് വേണ്ടി പലരും ഏറ്റെടുത്ത കഷ്ടപ്പാടുകളുടെയും ത്യാഗങ്ങളുടെയും ആകെ തുകയാണ് നമ്മുടെ എല്ലാം ജീവിതം. നാം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിൽ പലതിനും പിന്നിൽ അനേകരുടെ വിയർപ്പും കണ്ണുനീരും കഷ്ടപ്പാടുകളുമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. നാം ഇന്ന് എന്തായിരിക്കുന്നുവോ ആരായിരിക്കുന്നുവോ അതിനു പിന്നിൽ നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന അനേകരുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളുമുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ദൈവസന്നിധിയിൽ എളിമയോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതും കരുണയോടെ മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ സാധിക്കുന്നതും. മൂന്നാമതായി, ഉപാധികളില്ലാതെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. യാതൊരു മാനദണ്ഡങ്ങളും വയ്ക്കാതെ എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള വിശാല മനസ്കത ക്രിസ്തുവിനുണ്ടായിരുന്നു. അവൻ കുറ്റപ്പെടുത്തുകയോ മുഖം കറുപ്പിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ ധീരമായ ഈ പ്രവൃത്തിക്ക് അവർ മുതിരുന്നതും. പ്രിയപ്പെട്ടവരെ, ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായി നമ്മെ സമീപിക്കുവാൻ സാധിക്കുവാൻ തക്ക
തുറവിയുള്ളവരാണോ നാം? അവരുടെ ആവശ്യങ്ങളും പ്രതിസന്ധികളുമെല്ലാം യാതൊരു ശങ്കയും കൂടാതെ നമ്മോട് പങ്കുവയ്ക്കുവാനുള്ള അവസരം അവർക്ക് നാം നൽകാറുണ്ടോ? മാനദണ്ഡങ്ങൾ ഒന്നും വയ്ക്കാതെ സന്തോഷത്തോടെ അവരനെ സ്വീകരിക്കുവാനും ശ്രവിക്കുവാനും സാധിക്കുന്ന നന്മ ചെയ്യുവാനും നാം പരിശ്രമിക്കുമ്പോൾ നാമും ക്രിസ്തുവിന് അനുരൂപരായിത്തീരും എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പമുള്ളവരെ ക്രിസ്തു ആയിരിക്കുന്ന ഇടത്തേക്ക് നയിക്കുവാനും അനേകരുടെ കഷ്ടപ്പാടും ത്യാഗങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത് എന്ന തിരിച്ചറിവിൽ ജീവിക്കുവാനും ഏവർക്കും സ്വാതന്ത്ര്യത്തോടെ സമീപിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തീരുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.